നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ഞാൻ വോമിറ്റ് ചെയ്തപ്പോ അമൃതയുടെയും അമ്മയും ചോദിച്ചില്ലേ, അതിപ്പോ സത്യമായി. അമ്മേ, ഐശ്വര്യം പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ. ആണോ? അന്നെനിക്ക് ദേഷ്യ തോന്നിയ, ഇപ്പൊ ഞാൻ ഗർഭിണിയമ്മേ. അമ്മേ, സത്യം ഞാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്തപ്പോ എനിക്ക് സംശയം തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോഴാ ആ സന്തോഷമുള്ള കാര്യം അറിഞ്ഞ്. അമ്മേ, എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അമ്മേ. നീ സത്യമാണോ ഈ പറയുന്നേ? ഈ കാര്യം ആരെങ്കിലും കള്ളം പറയൂ? ഞാൻ അമ്മയാവാൻ പോവും അമ്മ. ഐശ്വര്യ, ഇതെന്തായാലും നല്ലൊരു കാര്യമല്ലേ? എന്റെ ഈശ്വര, ഒടുവിൽ നീ പ്രാർത്ഥന കേട്ടല്ലോ. അമൃതടുത്തി, എനിക്കിപ്പോ എന്തോ വല്ലാത്ത ക്ഷീണമൊക്കെയാ. അതങ്ങനെയാ, സൂക്ഷിക്കണം. ഇനി നല്ല ശ്രദ്ധയൊക്കെ വേണം. യാത്രകളൊക്കെ കുറയ്ക്കണം. എനിക്ക് ഇതിന്റെ രീതിയൊന്നും അറിയില്ല. എനിക്ക് എല്ലാം അമൃതടുത്തി പറഞ്ഞു തരണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സന്തോഷായിട്ടൊന്നിരുന്നാ മതി. മോളെ, അമ്മ, അപ്പോ എന്റെ അരുണിന്റെ കുഞ്ഞ് മോളുടെ വയറ്റില്. ഈശ്വര, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ, എത്രമാത്രം പ്രാർത്ഥിച്ചതാ. ഇനി മോളുടെ മനസ്സില് മറ്റു വിഷമം ഒന്നും ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇടയ്ക്ക് നീ ശ്യാമയോട് ചില വേണ്ടാത്ത വേലകളൊക്കെ കാട്ടി. അതെനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അതാ ഞാൻ നിന്നോട് കുറച്ച് അകൽച്ച കാണിച്ചേ. അറിയാം അമ്മേ, എന്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ചിന്തയും നിന്റെ മനസ്സിലുണ്ടാവരുത്. എപ്പോഴും മനസ്സ് സന്തോഷായിട്ട് വെക്കണം. അറിയാം അമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. അത് നീ മറക്കരുത്. ഞാനിനി അമ്മയും അമൃതയുടെയും പറയുന്നത് പോലെ അനുസരിക്കാം അമ്മേ. അനുസരണയുടെ കാര്യമൊന്നും അല്ല ഐശ്വര്യ. ഇനി നിനക്ക് നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞാ പ്രധാനം. ആ ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. ശരി അമൃതയുടെത്തി. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഈശ്വര, നീ ഈ കുടുംബത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നെ. എന്റെ അഖി, എന്റെ അരുൺ, രണ്ടാൾക്കും കുഞ്ഞുങ്ങൾ പിറക്കാൻ പോവാ. കാത്തോളണേ ഭഗവാനെ. മായ പറഞ്ഞത് ശരിയാ. പ്രഗ്നൻസി അത് പെണ്ണിന് നല്ല ആയുധമാ. ആ, ഈ കള്ളഗർഭം വെച്ച് ഞാനിവിടെ ഒന്ന് വിലസും. അരുൺ കൃത്യസമയത്ത് എത്തിയല്ലോ. ഇതെടുക്കടാ. അല്ല, ഇതെന്താ അമ്മേ? നീ എടുക്ക്.
ഇനി ഐശ്വര്യക്ക് കൊടുക്ക്. മധുരം കൊടുക്കരുൺ. ഏട്ടാ മധുരം കൊടുക്ക. ഇതെന്തിനാ അത് പറയേ. ആദ്യം നീ ഐശ്വര്യക്ക് മധുരം കൊടുക്കും, കാര്യം പിന്നെ പറയാം. അരുണേ, അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ? മധുരം കൊടുക്കരുണേ. അമ്മേ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാവും. നീ റൂമിലേക്ക് ചെല്ല്. ഐശ്വര്യ തന്നെ എല്ലാം പറയും. അത് മതി അല്ലേ? അതെ. ശരിയാ, അതാ നല്ലത്. ഡിവോഴ്സ് നോട്ടീസ് ഇവിടെ വെച്ച് കൊടുത്ത് ഒരു സീൻ ഉണ്ടാക്കണ്ട. ബെഡ്റൂമിൽ വെച്ച് മതി. അത് തന്നെ നല്ലത്. അരുൺ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ റൂമിലേക്ക് പോവാം. മോളെ ചെന്നൈ, നീ റൂമിലേക്ക് ചെല്ല്. അരുണയുടെ വിശേഷം പറയാം. അവന് വലിയ സന്തോഷാവും. അതെ, നിങ്ങൾ രണ്ടാൾക്കും ഒരു കുഞ്ഞു പറക്കാൻ പോവാ. ഇനി രണ്ടാളും സന്തോഷത്തോടെ സമാധാനമായിട്ട് കഴിയണം കേട്ടോ. ശരി അച്ഛ. ചെല്ല്. അരുൺ അച്ഛനാകാൻ പോകുന്ന ആ സന്തോഷ വാർത്ത അവനെ അറിയിക്കും. ഡിവോഴ്സ് നോട്ടീസ് ഇപ്പൊ തന്നെ കൊടുക്കണം. ഐശ്വര്യ കിടന്ന് ബഹളം വയ്ക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കാനില്ല. ഇനി ഇങ്ങനെ തമ്മിപ്പൊരുത്തമില്ലാതെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. എല്ലാം അവസാനിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.